എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിനൊരു ആഭ്യന്തര മന്ത്രിയുണ്ടോ? ആവർത്തിച്ച് പോലീസിന്റെ മനോവീര്യത്തെക്കുറിച്ച് വാചാലനാകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ പോലീസ് നടത്തുന്ന അതിക്രമവും പോലീസിന് നേരെ നടക്കുന്ന അതിക്രമവും കാണുന്നില്ലേ? പുതുവത്സരാഘോഷത്തിനിടെ പൊതുമധ്യത്തിൽ വെച്ച് SFI പ്രവർത്തകരുടെ തലക്കടിക്കുന്ന പോലീസ്, ആ പോലീസുകാരനെ സ്കെച്ച് ചെയ്ത് മോളിൽ വെച്ച് തിരിച്ചടിക്കുന്ന SFI പ്രവർത്തകർ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിലും പോലീസിലും സർക്കാരിലും വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ SFI സ്വന്തം നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചത്? പോലീസുകാരനെ അങ്ങോട്ട് പോയി തല്ലിയിട്ട് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തത് പോലീസുകാരനെതിരെ. പോലീസുകാർക്ക് പോലും രക്ഷയില്ലേ പിണറായിയുടെ നവകേരളത്തിൽ? സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമുക്കൊപ്പം അതിഥികളായി മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ്, റിട്ടയർഡ് SP സുഭാഷ് ബാബു, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി K മണികണ്ഠൻ നായർ, അഡ്വക്കേറ്റ് ബൽദേവ് ഇടത് സഹയാത്രികൻ, ഉമേഷ് വള്ളിക്കുന്ന് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, അജയ് ജുവൽ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് പ്രതിനിധി. ഇവരാണ് നമുക്കൊപ്പം വരുന്നത്. ചർച്ചയിലേക്ക് SFI CPM അതിഥികളെയും ക്ഷണിച്ചിരുന്നു, വിളിച്ചിരുന്നു, പങ്കെടുക്കുന്നില്ല എന്നതാണ് പാർട്ടി നിലപാട്. നമുക്ക് ആദ്യം സുഭാഷ് ബാബുവിലേക്ക് പോകാം. ശ്രീ സുഭാഷ് ബാബു, രണ്ട് ദൃശ്യങ്ങളും കേരളം കണ്ടു, കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, 10 വർഷമായി ഇടത് സർക്കാരാണ്, പിണറായി സർക്കാരാണ്, പിണറായി വിജയനാണ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ SFI പരാതി കൊടുക്കാതെ, നിയമ സംവിധാനത്തിലേക്ക് പോകാതെ സ്വന്തം നിലയ്ക്ക് കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു കളഞ്ഞത്? അല്ല, സ്വാഭാവികമായിട്ടും ഒരു നിയമരഹിതമായ പ്രവൃത്തി, അതായത് കുറ്റകൃത്യം നടന്നു എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അതിന് പരിഹാരം നിയമപരമായ മാർഗത്തിലൂടെ പരിഹരിക്കപ്പെടണം എന്നാണ് ഭരണഘടന തന്നെ അനുശാസിക്കുന്നത്. അപ്പോൾ അതൊന്നും ചില സാഹചര്യത്തിൽ ചിലർക്കത് ബാധകമല്ല, അല്ലെങ്കിൽ അനുസരിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു പരാതി കൊടുക്കുക, ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് പോലീസിൻ്റെ ചില എക്സസസ്, അതിക്രമങ്ങളൊക്കെ ഉണ്ടാവും, മർദ്ദനങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് കാണുമ്പോൾ പോലും നീതീകരിക്കാൻ പറ്റാത്തതായിട്ട് തോന്നാം. പക്ഷേ ആക്ഷൻ എന്ന് പറയുന്ന അവസരത്തിൽ അതിനെ നമുക്ക് വേർതിരിച്ച് അത് അതായത് കണക്ക് കൂട്ടി അളക്ക തിരിഞ്ഞ് തൂക്കി എടുത്ത് അതനുസരിച്ചൊന്നും ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ആക്ഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് കുറച്ച് കൂടിപ്പോവും, ചിലപ്പം കുറഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് ഈ ആക്ഷൻ്റെ ഭാഗമായിട്ട് സംഭവിക്കും. അത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനം, പെട്ടെന്നുള്ള ആക്ഷനുമാണ്. ആ ആക്ഷൻ്റെ അവസരത്തിൽ നമുക്ക് വിവേചനാധികാരത്തോട് കൂടിയിട്ട് മനുഷ്യത്വപരമായിട്ട് പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ സാധിക്കുന്നു വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലീസിൻ്റെ പേരിൽ പരാതി ഉണ്ടാവും. പിന്നെ പോലീസ് ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ കരുതിക്കുട്ടി എക്സസൈസ് കാണിക്കാറുമുണ്ട്. അങ്ങനെ കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ നിയമപരമായിട്ട് നടപടിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. അതാണ് പോലീസ് പരാതി കൊടുക്കുന്നത്. ഇപ്പോൾ സംഘർഷം നടക്കുന്ന സാഹചര്യത്തിൽ, സമരം നടക്കുന്നു, സംഘർഷം നടക്കുന്നു, ആ സാഹചര്യത്തിലൊക്കെ പോലീസ് ഈ സമരക്കാരുമായിട്ട് ഏറ്റുമുട്ടുകയും ആ ഏറ്റുമുട്ടുന്ന അവസരത്തിൽ പോലീസ് ഇവരെ ന്യായമായിട്ട് നിയമപരമായിട്ട് അധികാരം ഉപയോഗിച്ച് പിന്തിരിപ്പിക്കാൻ പോകുമ്പോൾ അതിനെ എതിർക്കുകയും ബലം പ്രയോഗിക്കുകയും അതിനെ തുടർന്നുകൊണ്ട് ഉന്തും തള്ളും, അടി കലശലും കല്ലേറും ഒക്കെ സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അത് ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ അതേമാതിരിയുള്ള സംഘർഷത്തിൻ്റെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സംഘടനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാതാണ്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ SFI പ്രതിനിധികളെ ഈ ചർച്ചയിലേക്ക് വിട്ടില്ല. പക്ഷേ അവരുടെ നിലപാട് സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യക്തമാണ്. അതായത് അടിക്ക് തിരിച്ചടി, ഇനി തല്ലുകൊണ്ട് വെറുതെ ഇരിക്കില്ല. അതിനവർ പറയുന്നത് ഈ ശംഖുമുഖത്ത് പുതുവത്സരാഘോഷ ദിനത്തിൽ നടന്ന ആ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മർദ്ദനമാണ്. തലയ്ക്കാണ് ആ SFI പ്രവർത്തകന് മർദ്ദനമേറ്റത്. അവിടെ വീണ് പോയിട്ടുണ്ട്, ഒരൊറ്റടിയിൽ വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി തല്ലുകൊണ്ട് വീട്ടിലിരിക്കില്ല, തല്ലുകൊണ്ട് വീട്ടിലേക്ക് പോകില്ല, അടിച്ചാൽ തിരിച്ചടിക്കും. അതാണ് അവരുടെ നിലപാട്, അതാണ് അവരുടെ പ്രതികരണം. അല്ലാതെ അവർക്ക് അടിച്ചാൽ തിരിച്ചടിക്കാമെന്ന് പറയും, അവർ ചിലപ്പോൾ അടിച്ചു എന്ന് വരും. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, അതിനെ ശക്തമായി ഉരുക്കുമുഷ്ടിയോടുകൂടി നേരിടാനുള്ള അധികാരമുള്ളതാണ് പോലീസ് സംവിധാനം. അതിനെ ഒന്നും ഇവർക്ക് വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ടൊന്നും തീവ്രവാദത്തിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോ ലുലു മോളിൽ വെച്ചാണ് ഈ ഒരു സംഭവം തിരിച്ചടി ഉണ്ടായത്. അവിടെ ഡ്യൂട്ടിയിലല്ല ഈ പറയുന്ന പോലീസുകാരൻ, ഡ്യൂട്ടിയിലല്ല എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ ജോലിക്കല്ലാത്ത സമയത്താണ് ഈ ഒരു രീതിയിൽ സ്കെച്ച് ചെയ്ത് പോയി കണ്ടുപിടിക്കുന്നത്.
അല്ല, അതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതിയിൽ 24 മണിക്കൂറും ഡ്യൂട്ടിയിലാണെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആകസ്മികമായിട്ട് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥൻ അവധിയിലാണെങ്കിലും മറ്റേത് സാഹചര്യത്തിലും മടക്കി വിളിച്ച് ഡ്യൂട്ടിയിലേക്ക് കൊണ്ടുപോകണമെന്നും, അതുപോലെ തന്നെ അദ്ദേഹം ഓഫ് ടൈമിലാണ്, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് ഒഴിവ് സമയങ്ങളാണ്. ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ അതിനകത്ത് ഇടപെടാൻ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അധികാരവും ഉത്തരവാദിത്വവും അദ്ദേഹം നിറവേറ്റണം. അങ്ങനെ നിറവേറ്റുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള അധികാരവും സംരക്ഷണവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് മഫ്റ്റിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെടുമ്പോൾ ആകെ ചെയ്യേണ്ടത് എന്താ പറയുക, മഫ്റ്റിയിൽ പോലീസുകാരൻ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് കയ്യിലുണ്ടെങ്കിൽ കയ്യിലുണ്ടാവണമെന്നാണ്, അത് കാണിച്ച് ബോധ്യപ്പെടുത്തി ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ടാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്നുള്ള അതിൻ്റെ ആധികാരികത അദ്ദേഹം ബോധ്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് കേരളം മുഴുവൻ കണ്ട നവകേരള യാത്ര എല്ലാ പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും. അന്നും ഇതുപോലെയുള്ള തല്ലും തലോടലും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഈ തലോടാനും തല്ലാനും. ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു തിരിച്ചു വരാം. ഒന്ന് കരിങ്കൊടി കാണിക്കാൻ കാത്തുനിന്നതിനാണ് ഈ രീതിയിലുള്ള കാടത്തം കാണിച്ചത്. ഇത് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വാചകമുണ്ട്, രക്ഷാപ്രവർത്തനം. അതുകൂടി കേൾക്കാം. എന്താണ് നടക്കുന്നത്? ഒരാൾ ഇതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോൾ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണമല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊരു അക്രമമാണ്. അത് ബസ്സിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല, അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ആ ജീവൻ രക്ഷാ രീതിയാണ് ഡിവൈഎഫ്ഐക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ജീവൻ രക്ഷിച്ച അജയ് ജ്വൽ കുര്യാക്കോസ് കൂടി നമുക്കൊപ്പം അതിഥിയായി ചേരുന്നുണ്ട്. അജയ്, അന്ന് അജയ് സ്വീകരിച്ച നിലപാട് പോലീസ് സംവിധാനത്തിൽ വിശ്വസിക്കാനാണ്, നിയമ സംവിധാനത്തിൽ വിശ്വസിക്കാനാണ്, പരാതി കൊടുക്കാനാണ്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ്. യൂത്ത് കോൺഗ്രസിനുള്ള വിശ്വാസം പോലും SFIക്ക് സർക്കാരിലില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലമായി ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണ് പരസ്യമായി ഗുണ്ടായിസം കാട്ടുവാനുള്ള ലൈസൻസ് ഇവർക്ക് കൊടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത്. SFIയിലും DYFIയിലും അതുപോലെ തന്നെ പോലീസ് സേനയിലുള്ള ക്രിമിനൽസ് കഴിഞ്ഞ 10 വർഷക്കാലമായി സംരക്ഷിക്കപ്പെട്ടു പോരുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി മോൾ ഓഫ് ട്രാവൻകൂറിൽ ഷോപ്പിങ്ങിന് പോവുകയാണ്. ഒരു 5-6 SFIക്കാർ എന്ന് പറയുന്ന ആൾക്കാർ അതിനെ പുറകെ നടന്ന് ഒരാളെ പരസ്യമായി ഒരു ഷോപ്പിംഗ് മോളിൽ വെച്ച് മർദ്ദിക്കുന്നത് ഏത് നീതിയാണ് എന്ന് മനസ്സിലാവുന്നില്ല. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയൊരു കാര്യം, ഈ പോലീസുകാരൻ പരാതി നൽകിയപ്പോൾ ആ പരാതി നൽകിയത് വളരെ ഏറ്റവും നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ബെയിലബിൾ ഒഫൻസ് ഇട്ട് കേസെടുക്കുകയാണ്. തിരിച്ച് കൗണ്ടർ കേസ് കൊടുത്ത SFIയുടെ പരാതിയിൽ മേൽ നോൺ ബെയിലബിൾ ഒഫൻസ് ഇട്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെങ്ങൾക്കുമെതിരെ കേസെടുക്കുകയാണ്. ഇത് പോലീസ് സേനയുടെ തന്നെ ആത്മവിശ്വാസം കെടുത്തുന്ന നടപടിയാണ് ഈ നടപടിയിലൂടെ ഉണ്ടായേക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഇന്ന് SFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഈ പോലീസുകാരൻ കഴിഞ്ഞ മാസം 31-ാം തീയതി ഈ പറയുന്ന ഈ ചെറുപ്പക്കാരൻ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതിന് തിരിച്ചടി എന്ന നടപടിയാണ് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഈ പോലീസ് സംവിധാനത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എന്നാൽ പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ പറയുന്ന തെരുവുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ, KSUവിൻ്റെ പ്രവർത്തകരെ തെരുവിൽ തല്ലുകയാണ് പോലീസ്. ഇവരുടെ എല്ലാവരുടെയും ലിസ്റ്റുകൾ കൃത്യമുണ്ട്. അവരുടെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയിട്ടുണ്ട് പലപ്പോഴായി. ഈ ഒരു വിശ്വാസം പോലും ഈ പറയുന്ന SFIക്കാർക്കില്ലേ? അതല്ല, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നവകേരള സദസ്സുമായി എന്നെയും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെയും മർദ്ദിച്ചതാണ്. ആ നടപടിയിൽ ഞങ്ങൾ ഈ പറയുന്ന SFIക്കാർ കാണിച്ച പോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ പിടിച്ച് കൈതല്ലി തിരിച്ചു കൊടുക്കണോ? അത് അദ്ദേഹം കുടുംബമായിട്ട് പോകുമ്പോൾ കൈതല്ലി തിരിച്ചു കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ഈ നിയമ നടപടികളുമായി മുമ്പോട്ട് പോവുക എന്ന കാര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വിശ്വാസമാണ്. നമ്മൾ തിരിച്ചടിക്കാൻ പോയ ഈ നാട്ടിലെ ക്രമസമാധാനം എവിടെയാകും? ശരി, ഞാൻ അജയിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ബൽദേവ്,
എന്തുകൊണ്ടാണ് ഇപ്പം ഒരു സംഭവം ഉണ്ടായാൽ, ഒരു അതിക്രമം നേരിട്ടാൽ പോലീസിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു പൊതുബോധ്യത്തിലേക്ക് പാർട്ടി പ്രവർത്തകർ എത്തിക്കഴിഞ്ഞോ? പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രശ്നമല്ല ഇത്. ഈ ഗവൺമെന്റ് വന്നിട മുതൽ തന്നെ നമ്മൾ കാണുന്നൊരു പ്രതിഭാസമുണ്ട്. CPM-ന്റെ നേതാക്കന്മാരും ഒന്നും അല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനം നമ്മൾ അതിനെ തള്ളിക്കളയുന്നൊന്നുമില്ല. SFIക്കാർ വയനാട് സംഭവമായാലും മറ്റ് കേരളത്തിലുണ്ടായ മറ്റു പല സംഭവമായാലും SFI എന്ന പേരിൽ ചില വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള സംഘർഷം ഉണ്ടാക്കാറുണ്ട്. ഇതൊന്നും പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പാർട്ടി നേതൃത്വം അതിനോട്ട് ന്യായീകരിക്കത്തുമില്ല. ശരിയാണ്, അവരെ അടിച്ചെങ്കിൽ അവർക്ക് നിയമപരമായ സംവിധാനത്തിലൂടെ അതിന് പ്രതികരിക്കാം. ആ നിയമപരമായ സംവിധാനത്തിലൂടെ പ്രതികരിക്കാതെ ആ പോലീസുകാർ ഒരു മാളിൽ വെച്ച് അദ്ദേഹം കുടുംബമായിട്ട് വന്നപ്പോൾ അടിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. അതിനെ ഇന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ അതിന് പുതിയൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കാരണം ഒന്ന് എടുത്തിരിക്കുന്നത് BNS 114 പ്രകാരമുള്ള ബെയിലബിൾ ഒഫൻസും മറ്റൊന്ന് 118(1) പ്രകാരമുള്ള നോൺ ബെയിലബിൾ ഒഫൻസുമാണ്. അപ്പൊ ഇത് രണ്ടും പരിശോധിക്കണം. നോൺ ബെയിലബിൾ ഒഫൻസ് ഇടണോ, അദ്ദേഹം ഏതാണ്ട് വള കൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞാണ് 118(1) ഹാർട്ട് വിത്ത് വെപ്പൺ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് മാറ്റണം എന്നും പറഞ്ഞുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്ത് അങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇത് ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഹോം ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ടോ ഉള്ള ഒരു സംഭവമല്ല ഇത്. അപ്പൊ അതുകൊണ്ട് ഇത് ഗവൺമെന്റിനെ നമ്മൾ പ്രതികൂട്ടിൽ നിർത്തേണ്ട. SFIക്കാരായ വിദ്യാർത്ഥികൾ കേരളത്തിൽ അങ്ങും ഇങ്ങുമായിട്ട് ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ സർക്കാർ എന്തെങ്കിലും ചെയ്തു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. SFI എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന്റെ യുവജന സംഘടനയാണല്ലോ, അത് സമ്മതിക്കണമല്ലോ. അവർക്ക് പോലും ആഭ്യന്തര വകുപ്പിലേക്ക് ഒരു പരാതിയുമായി പോകാൻ ഉള്ള വിശ്വാസമില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും അത് ഇവിടെ വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ഗവൺമെന്റിൽ പരാതി കൊടുത്താൽ, ഇവിടെ പറഞ്ഞല്ലോ നേരത്തെ കഡ്മാന്റെ കാര്യം, അപ്പൊ ഗവൺമെന്റിൽ പരാതി കൊടുത്താൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് പോലീസ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അന്വേഷിക്കാൻ അതിനുള്ള തന്റെ പോലീസുകാരൊക്കെ തന്നെ കേരളത്തിലുള്ളത്. അല്ല ഭരണപക്ഷത്തിന്റെ പരമാവധി SFIക്കാർക്ക് വിശ്വാസമില്ലെന്ന് എന്റെ ചോദ്യം. അല്ല, അതല്ല ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽ ഭൂരിപക്ഷമല്ല കുറെ വിദ്യാർത്ഥികൾ ഗവൺമെന്റിനെ ഈ രീതിയിലുള്ള നാണം കെടുത്തതിന് പരസ്യമായിട്ട് ഗവൺമെന്റിനെ തലചായ്ച്ച് നിൽക്കത്തക്ക രീതിയിലുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവരൊന്നും SFIയുടെ ഔദ്യോഗിക ഭാരവാഹികളൊന്നുമല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ വയനാട് സംഭവത്തിൽ SFIയുടെ മറ്റു നേതാക്കന്മാരൊന്നും ഉൾപ്പെട്ടല്ല. ആ പ്രാദേശികമായിട്ട് ആ സ്കൂളിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനെയുള്ള അക്രമങ്ങൾ കാണിച്ചു. അതിനെതിരെ ശക്തമായ നടപടിയുണ്ടായി. അവർക്കെതിരെ ഇടാവുന്നതിന്റെ പരമാവധി കുറ്റം ചുമത്തി ഗവൺമെന്റ് കേസെടുത്തിട്ടുണ്ട്. അവർ നിരവധി മാസങ്ങളുള്ള ആ പ്രതികളൊക്കെ ജയിലിൽ കിടന്നു. ഇവിടെയും അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അസിസ്റ്റന്റ് കമ്മീഷണറെ അന്വേഷിക്കാനായിട്ട് നിയമിച്ചു. പദവിയുണ്ടോ എന്ന് രേവന്ത് വഞ്ചൂർ ഏരിയ പ്രസിഡന്റാണ്, നികുഞ്ചൻ SFI വഞ്ചൂർ ഏരിയ സെക്രട്ടറിയാണ്. ഇതൊക്കെ ഔദ്യോഗിക പദവിയായി വ്യാഖ്യാനിക്കാമോ? SFIയുടെ ഏരിയ സെക്രട്ടറി പ്രസിഡന്റ് എന്നും പറയുന്നതൊന്നും പാർട്ടിയിലെ വലിയ സ്ഥാനങ്ങളൊന്നും അല്ല. അത് വിദ്യാർത്ഥി സംഘടനകൾ കാലാകാലങ്ങളിൽ SFIയുടെ ഓരോ പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഘടന പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ പോലുമല്ല. ഏരിയ കമ്മിറ്റികളൊന്നും തന്നെ SFIക്ക് ആയാലും അങ്ങനെ വിദ്യാർത്ഥി സംഘടന KSC-നായാലും ഒന്നും ഏരിയ കമ്മിറ്റിക്ക് ഒരു പ്രസിഡന്റിനൊക്കെ എടുത്തു. അതൊരു കമ്മിറ്റി പ്രസിഡന്റ് സെക്രട്ടറി എന്നുള്ളതല്ലേ ഉള്ളൂ. അവരൊന്നും ഔദ്യോഗികമായിട്ട് സ്ഥാനങ്ങളിലൊന്നും ഇരിക്കുന്നവരല്ല. ഒരു പേരിനുള്ള ഒരു പേപ്പർ സംഘടന എന്ന് മാത്രം പറയാം. അവരൊന്നും പാർട്ടിയുമായിട്ട് അത്ര ഔദ്യോഗികമായ ബന്ധങ്ങളുള്ളവരില്ല. നമുക്ക് മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളും ഈ കൊല്ലം ശ്രീനാരായണ പാർട്ടിയുമായി ബന്ധമില്ല, SFIക്കാരല്ല. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമാണെന്ന് തന്നെ കണക്കാക്കുകയാണെങ്കിൽ പോലും അവിടെയും എന്റെ ചോദ്യം, ഒരു പോലീസിൽ ഇപ്പം നോക്കൂ, ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാളെ എല്ലാവരും എന്നെ ആരെങ്കിലും തല്ലി, എന്നാൽ ഞാൻ തിരിച്ചു തല്ലാം. അങ്ങനെയാണ് നാട് എവിടേക്ക് പോകും? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവം എടുത്ത് കാണിച്ചുകൊണ്ട് എല്ലാവരും എടുത്ത് എല്ലാവരും വരുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പുറത്തം തന്നെ പറഞ്ഞില്ല. ഇവിടെ CPM-മാർക്ക് എത്രയോ പേർക്ക് ഈ ഗവൺമെന്റ് വന്നപ്പോൾ CPM-ന്റെ നേതാക്കന്മാർക്ക് അടികൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്നോടൊപ്പം മറ്റു പോലീസ് ഉദ്യോഗസ്ഥരിൽപ്പെട്ട അവർക്കറിയാം. കഴിഞ്ഞ 10 വർഷമായിട്ട് CPM-ന്റെ വലിയ നേതാക്കന്മാർക്ക് പോലീസ് സംഘർഷത്തിൽ അടിയേറ്റിട്ടുണ്ട്. അവരൊക്കെ പോലീസുകാർ തിരിച്ചടിക്കാൻ പോയി. എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. എപ്പോഴെങ്കിലും പോലീസിനെ വിമർശിക്കുന്ന, സേനയെ വിമർശിക്കുന്ന എന്തെങ്കിലും ഒരു വാർത്ത, ഒരു കാര്യം വന്നാൽ അപ്പോൾ മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യമുണ്ട്, പോലീസിന്റെ മനോവീര്യം തകർക്കരുതെന്ന്. അതൊന്ന് കേട്ട് തിരിച്ചു വരാം. നീതിപൂർവവും സ്വതന്ത്രവുമായ പ്രവർത്തനമാണ് പോലീസിൽ നിന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്, പോലീസിന്റെ ആത്മവീര്യം തകർക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. ശ്രീ മണികണ്ഠൻ
ശ്രീധരൻ നായർ, ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പോലീസിന്റെ മനോവീര്യം തകർക്കുന്നതാണോ? ഇവിടുത്തെ വിഷയം ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ശംഖുമുഖത്തുണ്ടായ DJ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം അല്ല ഇതിൻ്റെ തുടക്കത്തിന് കാരണം. ബഹുമാന്യനായ അഡ്വക്കേറ്റ് ബൽദേവ് സാർ പറഞ്ഞത് ആ SFIക്കാർക്ക് പാർട്ടിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണ്. അല്പം പുറകോട്ട് പോകണം. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പേട്ട പോലീസ് സ്റ്റേഷനിലെ 2 SIമാർ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കെ വാഹന പരിശോധന SFIക്കാരായ ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളെ വാഹനം പരിശോധിക്കാൻ പാടില്ല എന്ന് ആ SIമാരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരികയും ഇവരെ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് SIമാർ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്ഥലത്ത് MLAയും CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ ജോയ് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ വളഞ്ഞു കിടക്കുകയായിരുന്നു. എത്തുകയും അവിടുന്ന് ഈ പ്രതികളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുകയും ചെയ്ത സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാർ ഈ വന്ന ആൾക്കൂട്ടത്തെ ചെറുക്കാൻ ശ്രമിച്ചു. അതിൽ ഒരാൾ അന്ന് എയർ ക്യാമ്പിൽ നിന്നും ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ഇന്നത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥനും അതിലുണ്ടായിരുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെ അന്നേ ഈ SFIക്കാർ നോക്കി വച്ചിരുന്നു. ഈ പോലീസുകാരൻ ഞങ്ങളെ ഉപദ്രവിച്ചവനാണ് എന്നുള്ളൊരു ധാരണയിലാണ് അവർ മുമ്പോട്ട്. അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് DJ പാർട്ടി നടന്നപ്പോൾ അതിൻ്റെ സമയം DJ പാർട്ടിക്ക് ഒരു സമയം കൊടുക്കും, അത് ഡിപ്പാർട്ട്മെൻറ്റ്. ആ സമയം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശമനുസരിച്ച് ഈ പരിപാടി നിർത്തിവെക്കാൻ പറയും. അപ്പോൾ അതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളുണ്ടായപ്പോൾ അതിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ഡ്യൂട്ടിക്കാരനായിരുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങളിലും ഇവർ അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ നോക്കി അദ്ദേഹത്തിൻ്റെ പുറകെ. ഒന്നെനിക്ക് മനസ്സിലായത് DJ പാർട്ടി നടത്തുന്നത് SFIയുടെ ജോലിയാണ് എന്ന് ഒരു വിദ്യാർത്ഥി സംഘടനകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതിലും ഈ പറയുന്ന ആളുകളാണ് ഉൾപ്പെട്ടത്. അപ്പോൾ പിന്നെ വാഹന പരിശോധന ഞങ്ങൾക്ക് ബാധകമല്ല, DJ പാർട്ടി അടക്കം ഇവിടെ എന്തും കാണിക്കാം, അതിനെല്ലാം പാർട്ടി ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരും എന്നുള്ളതിൻ്റെ തെളിവാണ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും MLA കൂടിയായ ജോയി അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ പ്രതികളെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. അപ്പോൾ ഈ പിന്നെ പ്രതികൾക്കും ഇതിന് കൂട്ടുനിന്ന ആളുകൾക്കും ഒരു ധൈര്യമായി ഞങ്ങൾ എന്ത് ചെയ്താലും പാർട്ടി ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന ഒരു ബോധം അവരിലേക്ക് വരുത്തി. അതാണ് ഇപ്പോഴും ഈ പോലീസുകാരൻ. ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പോലീസ് ഉദ്യോഗസ്ഥന് എവിടെയൊക്കെ ഡ്യൂട്ടി ഇടുന്നു എന്ന് ഈ പറയുന്ന SFIക്കാർ അറിയുന്നതിനെ പറ്റി കൂടെ ഒരു അന്വേഷണം നടത്തണം. ഇതെവിടെ നിന്നാണ് അറിയുന്നത്? നന്ദാവനം പോലീസ് ക്യാമ്പിൽ നിന്ന് ഡ്യൂട്ടിക്കിടുന്ന പോലീസ് ഉദ്യോഗസ്ഥന് എങ്ങനെയാണ് ഇയാളുടെ ഡ്യൂട്ടി സ്ഥലങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ SFIക്കാർക്ക് പെട്ടെന്ന് സാധിക്കുന്നത് എന്ന് കമ്മീഷണർ അന്വേഷണം നടത്തുമ്പോൾ അതും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമായി മാറ്റണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ പറ്റുള്ളൂ. പോലീസുകാരൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? പോലീസുകാരൻ അയാളുടെ പിന്നെ സുഭാഷ് ബാബു സാർ പറഞ്ഞ പോലെ പോലീസുകാരൻ അവളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചിലപ്പം ബലപ്രയോഗം നടത്തേണ്ടി വരും, ഇത് ലാത്തി ചാർജ് നടത്തേണ്ടി വരും, അവരെയെല്ലാം പിന്നെ ഇത് വീട് കയറി ആക്രമിക്കാനും പിന്നെ അവരെ പിന്നെ ഇതേപോലെ മാളുകളിൽ അവർക്ക് ഒരിടത്തും ഇറങ്ങാൻ പറ്റില്ല, അവിടെ ചെന്ന് ഉപദ്രവിക്കാൻ നടക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല. ഇത് അങ്ങനെ ആ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ പോലീസുകാരൻ പേരക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാൾ വഞ്ചൂർ സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കുന്നു. വഞ്ചൂർ സ്റ്റേഷനിൽ മൊഴി കൊടുത്തപ്പോഴും പോലീസുകാരനിവിടെ മൊഴി തരാൻ വന്നിട്ടുണ്ട് എന്ന് ഈ SFIക്കാരെ വിളിച്ചറിയിച്ചു. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നല്ലാതെ എങ്ങനെ അറിയാനാണ് സാധ്യത? അവിടെ ആ മൊഴി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നൂറുകണക്കിന് SFIക്കാരും DYFIക്കാരും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വന്നെത്തി. ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല അത് SFIക്കാരതാ പോലീസുകാരൻ നിങ്ങൾക്കെതിരെ മൊഴി തന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ വന്ന് ഇവിടെ പരാതി തരണം എന്ന് ആരോ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊന്ന് മൊഴി കൊടുത്ത്. അതിലവർ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഈ മൊഴി കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ മൊഴി കൊടുത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായ
ഒരു അഡ്വക്കേറ്റാണ് അവിടെ ഇവർക്ക് വേണ്ടി മൊഴി കൊടുത്തത്. ആ അഡ്വക്കേറ്റ് പറയുന്ന ഇത് മൊഴി കേട്ട് എഴുതിയെടുക്കുവാനും പോലീസ് സ്റ്റേഷൻ തയ്യാറായതുകൊണ്ട് പോലീസിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഉമേഷ് വള്ളിക്കുന്ന്, ഇതൊക്കെ കാണുമ്പോൾ, പുറത്തിരുന്ന് ഇതൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? പാർട്ടി പ്രൊട്ടക്ഷൻ ആണോ കാര്യം? പുറത്തിരുന്ന് ഇതൊക്കെ കാണുമ്പോൾ ഇന്ന് ഇത് സംബന്ധിച്ച് ഞാൻ രാവിലെ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ നമ്മളീ പറഞ്ഞ SFIയുടെ മാളിലെ പെർഫോമൻസും അതുപോലെ അതിൻ്റെ അടിയിൽ വന്ന കമൻസ് മുഴുവൻ അതിനു മുമ്പുള്ള ന്യൂ ഇയറിൻ്റെ സംഭവങ്ങളുമാണ്. പക്ഷേ അതിൽ വന്ന ഇടത് സഹയാത്രികരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായിട്ടുള്ള സൈബർ പോരാളികൾ മുഴുവൻ പോലീസിനെ തിരിച്ച് കിട്ടേണ്ടതാണ്, തല്ലേണ്ടതാണ്, കൊടുത്താൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ആൾക്കൂട്ട ആക്രമണത്തെ അന്ധമായി ന്യായീകരിക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇന്നലെ അട്ടപ്പാടിയിലെ കൊല്ലപ്പെട്ട മധുവിൻ്റെ അമ്മയെയും സഹോദരിയും കണ്ടിരുന്നു. അപ്പോൾ അവർ വന്നതുകൊണ്ട് തന്നെ ഈ ആൾക്കൂട്ട ആക്രമണത്തിൻ്റെ ഭീകരതയുടെ ഒരു ഫീൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ പാലക്കാട് തന്നെയാണ് രാംനായിക്കിൻ്റെ സംഭവം ഉണ്ടായത്. ഇതും അതിന് സമാനമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഒരു പോലീസുകാരൻ ന്യൂ ഇയർ ആഘോഷത്തിനിടയിൽ ഒരു ലാത്തി ചാർജ് ഉണ്ടാകുന്നു, അതിൽ മർദ്ദിക്കുന്നു. അത് പക്ഷേ ഒരു ഒഫൻസീവായിട്ട് തന്നെ അയാൾ ചെയ്തു എന്ന് വിചാരിക്കുക. അതിനിവിടെ പരാതി കൊടുക്കാം, നടപടിയെടുക്കാം, കേസെടുക്കാം. പക്ഷേ അങ്ങനെ ഒരു പരാതിയോ കേസോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന് പകരം ഇവരെ പ്ലാൻ ചെയ്ത് വന്നിരുന്നിട്ട് ഇവർ പറയുന്നത്, സൈബർ പോരാളികൾ പറയുന്നത് വളരെ ധീരന്മാരാണ് ഞങ്ങളെന്നാണ്. ഈ ധീരന്മാർ ചെയ്യുന്നത് എന്താണ്? ഒരാൾ കുടുംബമായിട്ട് പോകുമ്പോൾ കയറി ആക്രമിക്കണമാണോ ധീരത? ഒരാൾ പെങ്ങളുടെ കൂടെ പോകുമ്പോൾ ഒരുപാട് പേര് കൂടി ചേർന്ന് ചെന്നിട്ട് ആക്രമിക്കുന്നതാണോ ഇവരുടെ ധീരത? ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചർച്ച നടത്തുന്നു. ഇവരുടെ ഒരു ട്രയൽ റണ്ണാണ്. ഭരണം മാറുകയാണെങ്കിൽ ഇത് തുടർച്ചയായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു, നമ്മൾ ഒരു രൂക്ഷമായി സംസാരിച്ചു അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോകുന്നിടത്ത് ആരായാലും, ഇപ്പോൾ സുഭാഷ് ബാബു സാറായാലും നമ്മൾ ആരായാലും, അപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നിടത്ത് വന്നിട്ട് അക്രമം ഉണ്ടാക്കുന്നതാണോ ശരി? അപ്പോൾ ആ അക്രമത്തെ ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. മറ്റൊരു വശത്ത് ഒരു പോലീസുകാരൻ, അയാൾക്ക് മർദ്ദനമേറ്റു, അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അയാളെ വളഞ്ഞിട്ട് സംഘം ചേർന്ന് പ്ലാൻ ചെയ്ത് ആക്രമിച്ച കേസാണ്. അതിന് പരാതി കൊടുക്കാൻ പോകുമ്പോൾ മണികണ്ഠൻ സാർ പറഞ്ഞതുപോലെ ആ വിവരങ്ങൾ അറിയിക്കുകയും അതിൽ ലൈറ്റായിട്ടുള്ള കേസ് എടുക്കുകയും അപ്പുറത്ത് ജാമ്യം കിട്ടാത്ത കേസ് പോലീസുകാരനെതിരെ എടുക്കുകയും പോലീസുകാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിക്കെതിരെ വരെ കേസെടുക്കുകയും ചെയ്യുന്ന ഭീകരമായ ഒരു സാഹചര്യം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വളരെ വലിയൊരു മൗനം പോലീസിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരുടെ അടുത്തുനിന്ന് ഇത് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, പ്രതാപചന്ദ്രൻ ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നു, അവരുടെ മാറത്ത് പിടിക്കുന്ന വീഡിയോ ഒക്കെ ഒരു വർഷത്തിലധികം സമയമെടുത്ത് അവർ വിവരാവകാശപ്രകാരം നേടിയെടുത്തിട്ട് വന്നപ്പോൾ അതിനെ ന്യായീകരിക്കാനും ഈ പ്രതാപചന്ദ്രൻ സാറിനെ കുറിച്ച് കവിത എഴുതാനും വരെ പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നേരെ ഒരു പോലീസുകാരനെതിരെ ഭീകരമായ കേസെടുക്കുകയും ഡ്യൂട്ടിക്കിടയിൽ സംഭവിച്ചൊരു സംഭവം, അത് എന്തായാലും അതിൽ കേസെടുക്കാം. അതിന് പകരം ഒരു അക്രമം ഉണ്ടായി, ഒരു ആൾക്കൂട്ട ആക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കാനാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. പോലീസ് അസോസിയേഷൻ തന്നെ ഏകദേശം ഒരു 3/4 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതികരണം വന്നത്. അത് തന്നെ ഈ പാർട്ടി ഇതിനെ ഏറ്റെടുക്കുന്നില്ല എന്നും പാർട്ടി ഈ അക്രമകാരികളെ തള്ളിപ്പറയുമെന്നും ഉറപ്പായതിനു ശേഷം മാത്രമാണ് ഒരു പ്രതികരണം വന്നത്. പോലീസ് അസോസിയേഷന്റെ പ്രതികരണം വന്നിട്ടില്ലെന്ന് പറയാൻ കഴിയില്ല. GR അജിത്തിന്റെ ഒക്കെ പ്രതികരണം നമ്മുടെ മുന്നിലുണ്ട്. അത് ഞെട്ടലുളവാക്കുന്നതാണ്. ഇന്നലെ രാത്രി തന്നെ മിഥുനെ വീട്ടിലെത്തി കണ്ടു. ഗുണ്ടാ സ്റ്റൈൽ ആക്രമണം അങ്ങേയറ്റം അപലപനീയമാണ്. കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി ലാത്തി ചാർജ് നടത്തിയതിന് പ്രതികാരമായാണ് ക്രൂരമായി കടന്നാക്രമിച്ചത്. ഇതിൽ ശ്രീ ഉമേഷ്, എന്റെ ചോദ്യം, ഇപ്പം പോലീസ് അസോസിയേഷന്റെ നേതാവല്ല. അല്ല, ഓക്കെ, ശരി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പാർട്ടി പ്രവർത്തകർക്ക് പോലും ഒരു പരാതി കൊടുത്താൽ അതിലൊരു നടപടി ഉണ്ടാവും, തങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ള ആ വിശ്വാസം ഇല്ലാതായി തീർന്നോ കേരളത്തിൽ? തീർച്ചയായിട്ടും അതാണ് കാണുന്നത്. അവർക്കൊരു വിശ്വാസമല്ല. എല്ലാവരും പറയുന്നത് പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് ഇന്ന് കമൻ്റ് ഇടുന്ന ഈ പറഞ്ഞ SFIക്കാരായാലും സൈബർ പോരാളികളായാലും ഇടതുപക്ഷക്കാർ പറയുന്നത്. 10 വർഷം പോലീസിനെ ഒരു ഭരിച്ച ഒരാളുടെ കീഴിൽ, ഇവർ പറഞ്ഞ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഹോം മിനിസ്റ്ററുടെ കീഴിൽ ഇവർക്ക് പോലും വിശ്വാസമില്ലാത്തൊരു സേനയാണ് ഇവർ വാർത്തെടുത്തിട്ടെന്നുണ്ടെങ്കിൽ എന്തൊരു പരാജയമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലീസ് അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, അതിനെതിരെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ പോലീസ് അതിക്രമങ്ങളെ ഭീകരമായ വിധത്തിൽ ന്യായീകരിക്കുന്ന
ന്യായീകരിക്കുകയാണ് ഇതിന് മുമ്പൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായത്. പക്ഷേ ഇപ്പോൾ ഇവർ പോലീസിനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ അതിന് നേരെ തിരിയാണ് ചെയ്തിട്ടുള്ളത്. ഇവർക്ക് പോലീസിനെ വിശ്വാസമില്ല, പോലീസ് സേനയെ വിശ്വാസമില്ല എന്ന് പറയുന്നത് ഹോം മിനിസ്റ്റർ വിശ്വാസമില്ല എന്നാണ്. ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി വിശ്വാസമില്ല എന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള സെൻസ് അവർക്കില്ല എന്നുള്ളതാണ് സത്യം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരും. ശ്രീ സുഭാഷ് ബാബു, ഇപ്പം നേരത്തെ ഉമേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ് ആണ്, കണ്ണിന് പകരം കണ്ണ്, പീക്ക് സാറ്റിസ്ഫാക്ഷൻ, ആ രീതിയിലുള്ള കമന്റുകൾ, പോസ്റ്റുകൾ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതിപ്പോ SFI അല്ലെങ്കിൽ ഇടത് ആളുകളുടെ ഭാഗത്ത് നിന്നല്ല കേട്ടോ, BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് KSU നേതാവ് വരെ സമാനമായ രീതിയിൽ കിട്ടേണ്ട ആളാണ്, അതുകൊണ്ട് അതിന് കൈയടിക്കണമെന്ന രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ പോലീസിനെ തല്ലുമ്പോൾ ഇത്രയധികം കൈയടി? അല്ല, ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അപമര്യാദ പെരുമാറ്റവും ഇതേമാതിരിയുള്ള അതിക്രമങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ട്. അത് ന്യായീകരിക്കപ്പെടാൻ പറ്റാത്ത ഒരു മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയുണ്ട്. അതിനൊന്നും ന്യായമായ രീതിയിൽ പരാതി കൊടുത്താൽ പോലും നടപടി ന്യായമായ രീതിയിൽ ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെടാത്ത കാലത്ത് എപ്പോഴും അവരെ സംബന്ധിച്ച് അവർ അസംതൃപ്തരും അതുപോലെ തന്നെ ശത്രുതാ മനോഭാവത്തോടെ അവസരം കിട്ടുമ്പോൾ പോലീസിനെ ആക്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അതിനെ കൂടെ ശ്രദ്ധിക്കുക, അതിനെ കൂടെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്തം പോലീസ് സംവിധാനത്തിൻ്റെ പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥന്മാർക്കുണ്ട്. പോലീസിൻ്റെതിരെ പരാതി വരുമ്പോൾ അതിന് ന്യായവും നീതിയുക്തമായ നടപടി സ്വീകരിച്ചു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്, അല്ലാതെ പരാതിക്കാരെങ്കിലും ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇത് ഒഴിവാക്കാം. അങ്ങനെ സൃഷ്ടിക്കപ്പെടാതെ വരുമ്പോഴാണ് നമ്മൾ കുറേ സംഭവം പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെ ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ ശ്രീജിത്തിനെ പണ്ട് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പാലക്കാട് ആദിവാസി സംഭവങ്ങൾ, അവിടുത്തെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്ത്, അങ്ങനെ നിരവധി സംഭവങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഗൗരവതരമായ വീഴ്ച വന്നു എന്ന് കോടതി വരെ ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും ആ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ സംരക്ഷണം കിട്ടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ലൈംഗിക അതിക്രമ കേസുകളിൽ വന്ന പോലീസുകാരുടെ പേരിൽ കേസെടുക്കുകയോ നടപടിയെടുക്കുകയോ സ്വീകരിക്കുക, അങ്ങനെ ഒരുപാട് അസംതൃപ്ത സാഹചര്യങ്ങൾ നിലവിലിരിക്കുമ്പോൾ ആ അസംതൃപ്തിയെല്ലാം വികാരപരമായ ഏതെങ്കിലും ഇതേമാതിരി പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുകയും അത് മുതലെടുത്തുകൊണ്ട് ആ സംഭവത്തെ പർവ്വതീകരിച്ചുകൊണ്ട് പോലീസിനെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് പോകും. എന്ത് പറഞ്ഞാൽ തന്നെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരും ആരെയും കൊല്ലരുത്, ആരും ആരുടെയും പൗരാവകാശമില്ലായ്മ ചെയ്യരുതെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ചെയ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിയമപരമായ നടപടിക്രമത്തിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് ഭരണഘടന പറയുമ്പോൾ ഇവർക്ക് ഈ തീവ്രവാദ സ്വഭാവത്തോടുകൂടി ഇതിനെ അടിക്കടി കണ്ണിന് കണ്ണ് അല്ലെങ്കിൽ തലയ്ക്ക് തല എന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്നാണ്. അത് തീവ്രവാദ സ്വഭാവമാണോ? തീവ്രവാദത്തിനെ ഇവിടെ അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും, അവരെ സംരക്ഷണം കൊടുക്കുന്ന സാഹചര്യമായിരിക്കും നമ്മുടെ സമൂഹത്തിന് പോകാൻ പറ്റില്ല. പോയി കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചോളം പരിപൂർണമായിട്ട് നിഷ്ക്രിയത്വം സംഭവിച്ചു പോയാൽ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത് നമുക്കൊക്കെ അറിയാം. അപ്പോൾ പോലീസിനെ സംബന്ധിച്ചോളം സമയമായിരിക്കുന്നു. അതിനു മുൻപ് ചില ദൃശ്യങ്ങളൊന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കുറച്ച് കാലം പുറകോട്ട് പോകണം, നന്നായി പുറകോട്ട് പോകണം. കൂത്തുപറമ്പിൽ പോലീസ് വെടിവെപ്പിൽ 5 DYFIക്കാർ കൊല്ലപ്പെട്ട ദിവസമാണ്. അന്നിവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ SFI സമരത്തിനിടെ വലിയ സംഘർഷമുണ്ടായി. അന്ന് SFIയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന 19 വയസ്സുള്ള ഗീന കുമാരിക്ക് പോലീസ് മർദ്ദനത്തിൽ തലയ്ക്ക് പരിക്ക് പറ്റി. ചോരയൊലിച്ചു നിൽക്കുന്ന നേതാവിന്റെ ചിത്രം ചില്ലറ കോളിളക്കമല്ല കേരളത്തിൽ ഉണ്ടാക്കിയത്. ഹെഡ് കോൺസ്റ്റബിളായ ജോർജിനെ തിരിച്ചടിക്കാൻ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം അന്നുണ്ടായിരുന്നു. അന്ന് സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്ന KN ബാലഗോപാലായിരുന്നു ഇന്നത്തെ ധനമന്ത്രി. ജോർജ് ഗീനാകുമാരിയെ കണ്ട് മാപ്പ് അപേക്ഷിച്ചത് ചരിത്രമാണ്. ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ഇന്ന് പുറത്തു വന്ന ഈ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടു കാണും. ഇത് കാണുമ്പോൾ പോലീസിന് പോലും രക്ഷയില്ലേ നമ്മുടെ കേരളത്തിൽ എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നിയാൽ അതിനെ തെറ്റ് പറയാൻ കഴിയില്ല. ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നിയത്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 16 ലക്ഷം കേസാണ് ഒരാണ്ടിൽ ഉണ്ടാവുന്നത്. അതുകൂടാതെ പ്രീവിയസ് ഇയേഴ്സിലെ കേസുകൾ ഒരു 16 ലക്ഷം പെൻഡിംഗ് ഉണ്ട്. ഈ 34 ലക്ഷം കേസ് അന്വേഷിക്കാൻ ആകെ ലോക്കൽ പോലീസിൻ്റെ കയ്യിലുള്ളത് AR ഉൾപ്പെടെ 32,000 പോലീസുകാരാണ്. അതിൽ കേസ് അന്വേഷിക്കാൻ അധികാരമുള്ളത് ഒരു 18,000 പേർക്ക് മാത്രം. അപ്പോൾ ഇത്രയും ജോലി തിരക്കുള്ള ഒരു സേനയാണ് പോലീസ് സേന എന്ന് പറയുന്നത്. ആ പോലീസ് സേന ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പോലീസാണ്. വളരെ കൃത്യമായി ഇന്ത്യയിൽ ഉടനീളം കേസുകളിൽ കൺവിക്ഷൻ 29% ഉള്ളപ്പോൾ കേരളത്തിലത് 71%. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഇന്ത്യയിലെ 30 സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ പോലീസാണ് നമ്പർ 1 പോലീസ്.
അപ്പോൾ ആ പോലീസ് ദൈനംദിന ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അക്രമം ഉണ്ടാവാം. പക്ഷെ ജോലി കഴിഞ്ഞ് പ്രൈവറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരു കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോലീസിൻ്റെ വീര്യം തകർക്കുന്ന ഒരു പരിപാടിയാണ്. അതാര് ചെയ്താലും അത് പ്രശ്നമാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ അക്രമം നേരിടുന്നുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 21 നമ്മൾ ഈ രക്തസാക്ഷിത്വ ഇത് പറഞ്ഞപ്പോൾ 655 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ത്യ ഒട്ടാകെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അറ്റാക്ക് ഡ്യൂട്ടി സമയത്ത് മാത്രമല്ല, അവർ വീട്ടിൽ പോകുന്ന സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ പോലീസിന് സുരക്ഷിതത്വം ഇല്ലെങ്കിൽ പോലീസിന് ജോലി ചെയ്യാനൊക്കെയില്ല. കേരള പോലീസിൻ്റെ ജോലിയും അവർക്ക് കിട്ടുന്ന വേതനത്തിൻ്റെയും ഇത് വെച്ചിട്ടൊരു പഠനം നടത്തിയിട്ടുണ്ട്. ആ ക്വാളിറ്റി സർവീസ് പഠിച്ചപ്പോൾ പോലീസിന് 1 രൂപ ശമ്പളം കിട്ടുമ്പം 5 രൂപ 32 പൈസയുടെ ജോലിയാണ് കേരളത്തിലെ പോലീസിൽ നിന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്ര ശ്രദ്ധേയമായി പോലീസ് ജോലി ചെയ്യുമ്പോൾ അവന് യൂണിഫോം ഇട്ട് ജോലി ചെയ്യുമ്പോഴും യൂണിഫോം ഇടാതെ അവൻ ജീവിക്കുമ്പോഴും അവന് പ്രൊട്ടക്ഷൻ കിട്ടണം. ആർമിയും CRPF BSF ഒക്കെ ഡ്യൂട്ടി കഴിഞ്ഞവർ അവരെ മിലിറ്ററി ക്യാമ്പിലോട്ടാണ് പോകുന്നത്. ഈ കേരളത്തിലെ പോലീസ് അങ്ങനെയല്ലല്ലോ. ഡ്യൂട്ടി കഴിഞ്ഞ് ഭാര്യയുടെ അടുത്തും കുട്ടികളുടെ അടുത്തും പോയില്ലേ. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോഴോ ഭാര്യയോടൊപ്പം യാത്ര ചെയ്യുമ്പോഴോ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പോലീസ് നിർവീര്യമാക്കപ്പെടും. ഒന്നുകിൽ അവൻ ഡ്യൂട്ടിയിൽ നിർവീര്യമാവും, അല്ലെങ്കിൽ അവൻ പുറത്ത് പോകുമ്പോഴും ആയുധം കൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിച്ചേരും. റിട്ടയർ ചെയ്തൊരു DGP 2 പിസ്റ്റലും കൊണ്ടായിരുന്നു കേരളത്തിൽ നടക്കുന്നത്. ഇതിപ്പം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഇതിനെ പ്രതിരോധിക്കുക, ഇതിനെ ന്യായീകരിക്കുക എന്നതിനപ്പുറം ചെയ്തത് ശരിയാണ് എന്ന തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ വരെ സ്ഥാപിക്കുന്നുണ്ട് കേരളത്തിൽ പലയിടങ്ങളിലും. സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ അർഹിച്ചത് ആ പോലീസുകാരന് കിട്ടി എന്നുള്ളത് ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കാണുകയാണ്. അപ്പോൾ തെറ്റാണെന്ന് ബോധ്യം ഇതുവരെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ആ തെറ്റിനെ ന്യായീകരിക്കാൻ ചെയ്തത് ശരിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കൂടി ശ്രമം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അല്ല, അതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണകക്ഷിയുടെ ഒരു നേതാവ് കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് SI അടിച്ചു. വേറൊരു ഭരണം നടക്കുമ്പോൾ അന്നത്തെ ഭരണത്തിൻ്റെ നേതാവ് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയുടെ കരണത്തടിച്ചു. അങ്ങനെ രാഷ്ട്രീയക്കാർ പോലീസിനെ ആക്രമിക്കുന്ന പലതവണയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഡ്യൂട്ടി സമയം കഴിഞ്ഞു പോകുമ്പോൾ പിന്നെ അറ്റാക്ക് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥന് 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്ന് ഡ്യൂട്ടിയിൽ സ്ലാക്കാവുക, അല്ലെങ്കിൽ അവൻ പുറത്തിറങ്ങുമ്പോൾ സിവിലിയൻ ഡ്രസ്സിൽ പോകുമ്പോഴും ആയുധം കൊണ്ടു നടക്കുക. അറ്റാക്ക് ഉണ്ടായാൽ നേരിടാൻ വേണ്ടി ആയുധം കൊണ്ടു നടക്കുക. ഇപ്പം മണിപ്പൂരിലും ത്രിപുരയിലും ഒക്കെ നടക്കുന്ന പോലെ ആയുധം കൊണ്ടു നടക്കുക. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പീസ്ഫുൾ സ്റ്റേറ്റാണ്. ഇവിടെ പോലീസിനെ അങ്ങനെ ഒരു ഗതികേടിലോട്ട് എത്തിക്കുന്നത് വളരെ അപകടകരമായ ഒരു സംഭവമാണ്. ഇതിലിപ്പം അവർ പറയുന്ന ഒരു കാര്യം, ആ പുതുവത്സര ആഘോഷ സമയത്ത് ഒരു കാര്യവുമില്ലാതെ വോളണ്ടിയർമാരായി പോയ SFI പ്രവർത്തകരെ അവരുടെ തലയ്ക്കാണ് തല്ലിയത്. ആ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുള്ള അതിനുള്ളൊരു പ്രതികാരം എന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ SFI പ്രവർത്തകർക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ വിശ്വാസമില്ലാത്തത്? അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് കംപ്ലയിന്റ്സ് അതോറിറ്റി ഉണ്ട്, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം. മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാം. അങ്ങനെ ഒരു ശ്രമം നടത്താതെ പോലീസിനെ സ്കെച്ച് ചെയ്ത് പിന്തുടർന്ന് മോളിൽ പോകുമ്പോൾ മാസ്ക് ധരിച്ചിട്ടുണ്ട് ആ പോലീസുകാരൻ, എന്നിട്ടും സ്കെച്ച് ചെയ്ത് അവിടെ എത്തി ആവർത്തിച്ച് പ്രകോപിപ്പിച്ച് തല്ലുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ നിയമ സംവിധാനത്തിന്റെ ആവശ്യം എന്താണ് നാട്ടിൽ? ഇത് ഒരു പാർട്ടിയുടെ ഒന്നും പ്രശ്നമല്ല. ഏത് പാർട്ടി ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ SIയെ വെടിവെച്ചങ്ങ് താഴെ ഇട്ടു. അവൻ്റെ തോക്ക് പിടിച്ചു വാങ്ങിച്ച് വെടിവെച്ച് താഴെ ഇട്ടു. വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമ്മൾ വ്യത്യാസമൊന്നുമില്ല. തമിഴ്നാട്ടിലെ DMK ഭരിക്കുന്ന സംസ്ഥാനത്ത് അവരുടെ ഭരണകക്ഷി അണികൾ പോയി പോലീസിനെ ഭീഷണിപ്പെടുത്തിയില്ലേ, മധുരയിലിട്ട് വെടിവെച്ച് കൊന്നില്ലേ? അപ്പോൾ അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കക്ഷിയുടെ ഭാഗമല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയക്കാർക്ക് പോലീസിനെ ആക്രമിക്കാം എന്നൊരു ഫീലിംഗ് വരുന്നത് അപകടകരമാണ്. അത് കക്ഷി തിരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട. ഇന്ത്യയിൽ ഒട്ടാകെ നടക്കുന്ന സംഭവമാണ്. അതാത് ഭരണകക്ഷികൾ പോലീസിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. നിങ്ങൾ മഹാരാഷ്ട്രയിലെ സംഭവമില്ലേ? ഞാനിതിൽ രാഷ്ട്രീയം കലർത്തുകയല്ല ഞാൻ ചെയ്തത്. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച മനുഷ്യൻ, മരിച്ച നേതാവ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു IAS ഉദ്യോഗസ്ഥനെ SP വരട്ടുന്ന കണ്ടോ? അദ്ദേഹം നിര്യാതനായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. നിങ്ങളെല്ലാം കണ്ടതല്ലേ? ഞാൻ ആ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, മനസ്സിലായി.
അപ്പോൾ ഇത് രാഷ്ട്രീയമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നമല്ല. ഇന്ത്യയിലെ ഭരണകക്ഷി ഏതൊക്കെ സംസ്ഥാനം ഏത് ഭരണകക്ഷി ഭരിക്കുന്നോ അവർക്കുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ പോലീസ് സുരക്ഷിതമല്ലെങ്കിൽ ഇവിടെ നീതിന്യായ വ്യവസ്ഥ തകർന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമായിട്ട് വരും. ഇതിപ്പം ആ പോലീസുകാരനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കണ്ടിട്ട് പോലീസുകാരനെ പിന്നാലെ പോയി പ്രകോപിപ്പിക്കുകയാണ്. എന്നിട്ടും ആ പോലീസുകാരനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ആദ്യം എടുത്തത്. അതൊക്കെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ മജിസ്ട്രേറ്റ് സീൻ കാണുമല്ലോ. മജിസ്ട്രേറ്റ് സീൻ കണ്ടിട്ട് ന്യായമായിട്ട് പ്രവർത്തിച്ചോളും. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ചിലപ്പോൾ ബലഹീനത ഉണ്ടാവും. എനിക്ക് 33 കൊല്ലം കൊണ്ട് 32 ട്രാൻസ്ഫർ കിട്ടി. UDF LDF തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അവസാനം ലോ ആൻഡ് ഓർഡർ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പോയി ട്രെയിനിങ്ങുമെങ്കിലും അക്കാഡമിയിലൊക്കെ ഇരുന്ന് ജീവിതകാലം മുഴുവൻ. കാരണം നട്ടലുള്ളവന് ഈ ലോ ആൻഡ് ഓർഡർ പ്രവർത്തിക്കാൻ പ്രയാസമാണ്. ഏത് ഭരണകക്ഷി ഇരുന്നാലും അത് വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇനിയും ഒരു മാറ്റം താങ്കൾക്ക് തോന്നുന്നുണ്ട്, എന്തെങ്കിലും ഒരു മാറ്റം ഇതിൽ ഉണ്ടാകുമെന്ന്? ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിയിൽ പോലീസിനെ ഇൻസുലേറ്റ് ചെയ്ത് നിർത്താൻ നിയമം ഉണ്ടാക്കിയില്ലെങ്കിൽ, ഒറിജിനൽ വല്ലഭായ് പട്ടേൽ പറഞ്ഞ പോലൊരു സിസ്റ്റം ഉണ്ടാക്കിയില്ലെങ്കിൽ ഏത് ഭരണകക്ഷി ഇരുന്നാലും പോലീസിനെ വളച്ചൊടിക്കാൻ നോക്കും. അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. ശരി, വളരെയധികം നന്ദി ശ്രീ അലക്സാണ്ടർ ജേക്കബ് നമുക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു. അജയ് എന്തുകൊണ്ടാണ് നിയമ സംവിധാനവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്? മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് പ്രതിസ്ഥാനത്തുള്ളത്. എന്നിട്ടും കേരള പോലീസിൽ വിശ്വാസം അർപ്പിക്കാൻ അജയ് തീരുമാനിക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ പരാതിയുമായി മുന്നോട്ട് പോയിട്ട് അജയ്ക്ക് അതിന് നീതി കിട്ടിയോ? അതിൽ നേരത്തെ സംസാരിച്ച ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞത് ഗവൺമെൻറ് നീതിപരമായി ഇടപെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ഈ സംഭവം ഉണ്ടാകുന്ന 2015 2025 12 മാസമാണ്. ഡിസംബർ മാസം 15 തീയതിയാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയം. അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി ഞങ്ങളെ മർദ്ദിക്കുന്നത്, എന്നെയും തോമസിനെയും മർദ്ദിക്കുന്നത്. അതിനുശേഷം തൊട്ട് പിറ്റേ ദിവസം ഞാൻ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഞാനും തോമസും കൂടെ ചേർത്ത് പരാതി കൊടുത്തു. പോലീസ് കേസ് എടുത്തിട്ടില്ല. 18 തീയതി 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ SP-ക്ക് പരാതി കൊടുത്തു. അതിലും നടപടിയൊന്നും ഉണ്ടായില്ല. അതുമൂലം ഞാനും തോമസും കൂടെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന JFCM 1-ാം കോടതിയിൽ ഒരു CMB മൂവ് ചെയ്തത്, പ്രൈവറ്റ് അന്യായം മൂവ് ചെയ്ത ശേഷമാണ് 23/12/2025 കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന അന്നാണ്. അതേ തുടർന്ന് ഒരുപാട് വട്ടം പോലീസിൻ്റെ പുറകെ അടക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ നടപടിയെടുക്കണമെന്നും ഇതിൻ്റെ തെളിവുകൾ കണ്ടെത്തണമെന്നും ഞാനും തോമസും മറ്റ് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരെല്ലാം കണ്ട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇതിലൊന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. 12/2/2024 ഇതിൽ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിക്കും അതുപോലെ ചീഫ് സെക്രട്ടറിക്കും DGP-ക്കും ഞാനും തോമസും കൂടെ ചേർന്നുകൊണ്ട് പരാതി അയച്ചു. ഈ അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല, ഈ ഏജൻസിയെ മാറ്റണം, ഇതല്ലെങ്കിൽ ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു പരാതി അയച്ചു. അതിൻ്റെ പ്രതിഫലനം എന്ന രീതിയിലാണ് 7/3/2024 SP-യുടെ ഒരു ഉത്തരവുണ്ടായി. ജില്ലാ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് അന്വേഷിക്കാനുള്ള ഒരു ഉത്തരവുണ്ടായി. അതിനുശേഷം ഒരു 6 മാസത്തിന് ശേഷം ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, ഈ സംഭവങ്ങൾ മുഴുവൻ കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ പരാതി കെട്ടിച്ചമച്ചതാണ്, പോലീസിൻ്റെ 113(1) പ്രകാരം അവരുടെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട കർമ്മ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള ഒരു VVIPയുടെ ക്ലോസ് പ്രോക്സിമിറ്റി റേഞ്ചിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകനും ചെന്ന് മുഖ്യമന്ത്രി വശത്ത് അടിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അടിച്ചു. അതിൻ്റെ ഡ്യൂട്ടി മാത്രമേ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഇവർ റഫർ ചാർജിൽ കൊടുത്തിരുന്നത്. അങ്ങനെ ഈ കേസ് റഫർ ചെയ്തു. അതിനുശേഷം വീണ്ടും കോടതിയിൽ പോയി റഫർ ചാർജിന് ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത ശേഷമാണ് ഈ കേസ് വീണ്ടും പുനരന്വേഷണം നടക്കുന്നത്. ഈ അന്വേഷണം നടന്ന് നാളിതുവരെ ആയിട്ട് ഈ കേസിലൊരു നടപടിയും ചാർജ് ഇതുവരെ കോടതി ഹാജരാക്കിയിട്ടുമില്ല. അതിനകത്ത് 2025 അതായത് കഴിഞ്ഞ വർഷം 2025 10-ാം മാസത്തിൽ 25-ാം തീയതി പുതിയ DYSP ചാർജ് എടുത്തപ്പോൾ, സജീവ് ചെറിയാൻ എന്ന് പറഞ്ഞ പുതിയ DYSP ചാർജ് എടുത്തപ്പോൾ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ കേസിലെ 5-ാം സാക്ഷിയായിട്ടുള്ള ക്യാമറാമാൻ്റെ ഫോൺ കോടതി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 65B സർട്ടിഫിക്കേഷൻ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഹാജരാക്കി, ക്രൈംബ്രാഞ്ച് ഓഫീസുകളിൽ ഹാജരാക്കി. എന്നിട്ട് ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ 24/12
അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് KR ബൈജു, 1-2 അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് തോംസൺ, 7-3 അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് അരുൺ KS, 3-7 അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് സുനിൽ രാജ്, ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് സജീവ് ചെറിയാൻ. ഇങ്ങനെ 7 അന്വേഷണ ഉദ്യോഗസ്ഥരായി കാലയളവിനടക്കി ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതുവരെ ഇതിനൊരു യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ജനം വിശ്വസിക്കുമെന്നുള്ളൊരു ചോദ്യം കൂടെ ഇതിനകത്തുണ്ട്. പിന്നെ ഞങ്ങളാരും ഈ പറയുന്ന പോലീസുകാരെ മർദ്ദിച്ചതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉള്ള ഉറച്ച വിശ്വാസവും ഉറച്ച ബോധ്യവും ഞങ്ങൾക്കുണ്ട്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട നടപടി ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആണ് ഈ നടക്കുന്നത്. പോലീസ് ശക്തമായി ഇടപെടണം, ഇതിനെതിരെ ന്യായമായ നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, ശ്രീ മണികണ്ഠൻ നായർ, ഇപ്പം പറഞ്ഞപ്പം ഇതേപോലെ മുഖ്യമന്ത്രിയുടെ ഗൺമാനിൽ നിന്ന് മർദ്ദനമേറ്റ് നിയമ സംവിധാനത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ച അജയ്ക്ക് ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല. അവിടെ അതേസമയം നോക്കൂ, അടി കിട്ടി, തിരിച്ചടിച്ചു, 1 മാസത്തിനുള്ളിൽ തിരിച്ചടിച്ചു. പൊതുബോധം മുഴുവൻ SFIക്ക് വേണ്ടി കൈയടിക്കുകയാണ്. ഈ തല്ലിയ പോലീസുകാരനെ മർദ്ദിച്ച പ്രവർത്തകരൊക്കെ കൈയടിക്കുകയാണ്. പൊതുബോധം മാറിയതാണോ, പോലീസുകാർക്ക് 2 കിട്ടേണ്ടതുണ്ടെന്ന രീതിയിലേക്ക് ജനങ്ങളുടെ മനസ്സെങ്ങനെയാണ് എത്തിയത്? അല്ല കൈയടിക്കുന്നത്, അവരുടെ കുറേ സൈബർ പോരാളികൾ എല്ലാ വിഷയത്തിലും ഈ നിലപാടെടുക്കേണ്ടി വരും. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി പറഞ്ഞപ്പോൾ ഞാനും പോലീസിൽ 32 വർഷം സർവീസ് ചെയ്തിട്ട് പുറത്തുപോയ ആളാണ്. ഒരു VVIPയോട് ചുമതലപ്പെടുത്തി പോകുന്ന ഒരു ഗവൺമെൻറ് ജോലി അദ്ദേഹത്തിന് മറ്റുള്ള ആളുകളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതെ അദ്ദേഹത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു ഗവൺമെൻറ് ഇത് ആയുധവും കൊടുത്ത് ഒരു VIP വിടുന്നത്. മുഖ്യമന്ത്രിയോട് പോകുന്ന ഗവൺമെൻറ്റും അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം അവരുടെ കൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കൂടെ 2-3 വണ്ടികൾ കമാൻഡോസ് പോകുന്നുണ്ട്. ആ കമാൻഡോസും മുഖ്യമന്ത്രിയുടെ ഗൺമേനും വാഹനത്തിൽ നിന്ന് ഇറങ്ങിയാണ് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലുന്നത്. ഇപ്പോൾ കാണിച്ച ദൃശ്യത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത്. ആ സമയത്ത് മുഖ്യമന്ത്രിയെ വേറെ ആരെങ്കിലും വന്ന് ഉപദ്രവിച്ചിരുന്നെങ്കിൽ ആരുത്തരം പറയുമായിരുന്നു? ഈ പൊതുജനം ഇതേപോലെ കൊടി കാണിക്കുന്നവരെയും കരിങ്കൊടി കാണിക്കുന്നവരെയും ഉള്ള ആളുകളെ നോക്കാനായിട്ട് വേറെ ഉദ്യോഗസ്ഥർ ഫീൽഡിലുണ്ട്. അവർ നോക്കും. ഇവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും ന്യായീകരിക്കപ്പെടേണ്ടതല്ല. അത് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്തുകൊണ്ട് പറഞ്ഞു? മുഖ്യമന്ത്രി പറഞ്ഞു ജീവൻ രക്ഷയാണെന്ന് ആണ്. അപ്പോൾ നമ്മൾ കാണേണ്ടത് ജനത്തിൽ, പോലീസുകാരിൽ ഈ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാത്തവരുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അതിനൊന്നും നമ്മൾ ന്യായീകരിക്കാനും തയ്യാറാകുന്നില്ല. പക്ഷേ അതുകൊണ്ട് പോലീസുകാരെല്ലാം കുഴപ്പക്കാരാണ് എന്ന് പറയുന്ന കാഴ്ചപ്പാട് ശരിയല്ല. അവരുടെ ഔദ്യോഗിക ജോലിയുടെ ഇടയ്ക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് ആ ജോലിയുടെ ഭാഗം തന്നെയാണ്. അവരെല്ലാം ഇതേപോലെ അവരുടെ കുടുംബത്തിനെയൊക്കെ വളരെ മോശമായ ഭാഷയിൽ ഇത് മാത്രമൊന്നുമല്ല നമ്മൾ കാണുന്നുണ്ട്, വളരെ മോശമായ ഭാഷയിൽ പോസ്റ്റ് വരെ വീട്ടിൻ്റെ പുറത്ത് പ്രദർശിപ്പിക്കുന്ന, ജോലി ചെയ്യാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പോലീസുകാരന് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത് മേലുദ്യോഗസ്ഥൻ്റെ കടമയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ പോലീസിൽ സാറ്റ എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. തലേ ദിവസം നടക്കുന്ന എടുത്ത കേസുകളുടെ ഡീറ്റെയിൽസും സംഭവങ്ങളും ആ പോലീസ് സ്റ്റേഷനിലെ SHO ജില്ലാ മേലധികാരിയെ അറിയിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. അതെല്ലാ ദിവസവും ഉണ്ട്. ഈ വഞ്ചിയൂർ സ്റ്റേഷനിൽ പ്രത്യേകിച്ചും പോലീസുകാരനെ പ്രതിയാക്കി കേസെടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ മേലധികാരിയെ ഇത് അവിടുത്തെ SHO അറിയിച്ചിരിക്കും. അപ്പോൾ എന്താണ് കാരണം എന്ന് ഇപ്പം DYSP ചെന്ന് അന്വേഷിച്ചല്ല അറിയേണ്ടത്, അന്നേ ഇത് തിരക്കി അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം മേലുദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെയും പാളിച്ചുണ്ടായോ എന്നും പരിശോധിക്കേണ്ടതാണ്. അതാണ് പിന്നെ ഈ പറയുന്ന ഇന്നത്തെ പോലീസിന് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞ പോലെ മതിയായ സ്ട്രെങ്ത് ഇല്ലാതെ ജോലിയുടെ ഏറ്റവും കൂടുതൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെ ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന സർക്കാരുകളെല്ലാം പുതിയ പദ്ധതികൾ കൊണ്ടുവരും. ഇത് വയോജന പോലീസ്, ജനമൈത്രി പോലീസ്, സ്റ്റുഡൻസ് പോലീസ്, ഇപ്പം സൈബർ, ഇങ്ങനെ ഒത്തിരി പദ്ധതികൾ കൊണ്ടുവരും. പക്ഷേ ഈ പദ്ധതികൾക്കൊന്നും പുതിയ അംഗങ്ങളുടെ സാങ്ഷൻ്റെ സ്ട്രെങ്ത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്
നമ്മൾ മനസ്സിലാക്കണം. ഉള്ള ആളുകളെ കൊണ്ടാണ് ഇത്തരം പദ്ധതികൾക്കെല്ലാം നിയോഗിക്കപ്പെടുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ VVIPകൾക്കുള്ള ഈ എസ്കോർട്ടും പൈലറ്റും ഈ ദിവസമുള്ള ശബരിമല അടക്കമുള്ള ഓരോ ഇഷ്യൂ വരുമ്പോഴും ഈ പോലീസുകാരിൽ നിന്നുള്ളവരെയാണ് എടുത്തുവിടുന്നത്. അപ്പോൾ വീട് കാണാനോ ഒന്ന് മനസ്സ് ഫ്രീ ആക്കാനോ ഉള്ള സാഹചര്യം ഇവിടെ 8 മണിക്കൂർ ജോലി 8 മണിക്കൂർ റെസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും പോലീസിലുണ്ട് എന്ന് മുമ്പും അങ്ങനെ തന്നെ, ഇപ്പോൾ അത് കൂടുതലായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പോലീസിനെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോയാൽ ഒരു സമൂഹത്തിന് പോലീസും അങ്ങനെ ആവണം. പോലീസ് സമൂഹത്തിന് മുഖവിലക്കെടുത്ത് മുമ്പോട്ട് പോകണം. സമൂഹം പോലീസിനോടും സഹകരിച്ച് മുമ്പോട്ട് പോകണം. ഒരു ദിവസം പോലീസ് ഒന്ന് സൈലൻ്റ് ആയാൽ ഈ നമ്മുടെ നാട്ടിൻ്റെ സ്ഥിതി എന്താവും എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഉമേഷ്, ഇപ്പം ഇവർ പറയുന്ന ഈ കൈയടിക്കുന്ന ആളുകൾ പറയുന്ന കാര്യം ഈ പുതുവത്സര ദിനത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അകാരണമായി ഉണ്ടായ മർദ്ദനമാണ്. തലയ്ക്കാണ് ആ യുവാവിന് തലയ്ക്കാണ് അടി കിട്ടിയത്. അന്ന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ ദൃശ്യങ്ങളുണ്ട്, അതായത് തെളിവുകളുണ്ട്. തെളിവുകൾ ഉണ്ടായിട്ട് പോലും പരാതി വേണ്ട, സ്കെച്ച് ഇട്ടാൽ മതി എന്നുള്ള തീരുമാനം അതെന്തുകൊണ്ടായിരിക്കും? അത് നാട്ടിലെ നിയമവ്യവസ്ഥയോടൊന്നും ഒത്തുപോകാൻ പറ്റില്ല. നമ്മൾ ഗുണ്ടായുസം കാണിച്ച് തന്നെ തീർത്തോളാം എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണല്ലോ കൃത്യമായിട്ട് ആളെ ഫോളോ ചെയ്ത് ദിവസങ്ങൾക്ക് ശേഷം അയാൾ ഫാമിലിയായിട്ട് അയാൾ ഒറ്റയ്ക്ക്, അതായത് അയാളുടെ കൂടെ സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അയാളെ വേട്ടയാടാൻ തീരുമാനിക്കുന്നത്. അതിപ്പോൾ ഇവർ വാഴ്ത്തിപ്പാടുന്ന പോലെ ധീരതയൊന്നുമല്ല, അത് ഭീകരമായൊരു ഭീരുത്വം തന്നെയാണ്. കുടുംബമായിട്ട് പോകുമ്പോൾ, ഭാര്യയായിട്ട് പോകുമ്പോൾ, മക്കളായിട്ട് പോകുമ്പോൾ, പെങ്ങളായിട്ട് പോകുമ്പോഴൊക്കെ കയറി ആക്രമിക്കുക എന്ന് പറയുന്ന ആ ഭീരുത്വം. പക്ഷേ ആ ഗുണ്ടായുസം കാണിക്കാമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടോ അതിനിപ്പോൾ ആരുടെയെങ്കിലും അവരുടെ സംഘടനയുടെയോ മറ്റോ സപ്പോർട്ടോ ഒക്കെ ഉള്ളതുകൊണ്ടും, അല്ലെങ്കിൽ തങ്ങളാരും ചോദിക്കില്ല എന്നുള്ള ധൈര്യം ഉള്ളതുകൊണ്ടും ഒക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്തത്. അതുതന്നെയാണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചത്. കാരണം പോലീസുകാരനെതിരെ ജാമ്യമില്ലാത്ത കേസെടുക്കുകയും പോലീസുകാരൻ കൊടുത്ത പരാതിയിൽ അവഗണിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. ഈ സംഭവം ഇതേ ദിവസം തന്നെ ഇപ്പം ഇന്നലെ കോഴിക്കോട് ഒരു പോലീസുകാരന് കുത്തേറ്റു. ഒരു ഹോട്ടലിലെ തർക്കം ഉണ്ടായപ്പോൾ, ഒരാൾ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇടപെടാൻ പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നിട്ട് നിയമാനുസൃതം അവിടെ പോവുകയും അത് പരിഹരിച്ച് ആളെ 2 ടീമിനെയും തിരിച്ച് പറഞ്ഞയച്ച് തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയ പോലീസുകാരനാണ്. ആ പോലീസുകാരൻ പിന്നീട് ചായ കുടിക്കാൻ വേണ്ടി സ്റ്റേഷൻ്റെ പുറത്തിറങ്ങുമ്പോൾ സ്റ്റേഷന് മുമ്പിലിട്ട് കുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ക്രിമിനൽ ചെയ്തതും ഇവർ ചെയ്തതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുപോലെ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കേട്ടു ഷിംജിതയുടെ കേസിൽ അങ്ങനെയുള്ള സ്ത്രീകളെ, അതായത് വീഡിയോ എടുത്തും അല്ലെങ്കിൽ പുരുഷന്മാരോട് മോശമായിട്ട് പെരുമാറുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടത്. അതായത് ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടൊരു തൊടുപുഴക്കാരൻ ആഹ്വാനം ചെയ്തത് നമ്മൾ കേട്ടു. അതേ ആഹ്വാനത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അതായത് പോലീസുകാരനെ തല്ലും തീർക്കും, നമ്മൾ കൂട്ടത്തോടെ തല്ലും എന്നുള്ള ആ ഒരു സാധനം. അപ്പോൾ അത് ഒരിക്കലും ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിലെ ആൾക്കാർക്ക് പോലീസിൽ വിശ്വാസമില്ലാതെ വരികയും അവർ ഞങ്ങളിത് ഗുണ്ടായുസത്തോടെ തീർത്തോളാം എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു ഭയമുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷൻ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാവി എന്താണെന്നുള്ളതൊരു ആശങ്കയുള്ള കാര്യമാണ്. ശരി, ഈ അജയ്, എനിക്ക് ചോദിക്കാനല്ല, ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു തലക്കടിച്ചു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, പറഞ്ഞോളൂ. അതായത് തലക്കടിക്കുക എന്ന് പറയാം, നമ്മളൊരു എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പോലീസിൻ്റെ ലാത്തി ഡ്രില്ല് മാറ്റി പണിതത്. ഞാനൊക്കെ ട്രെയിനിങ്ങിന് പോയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ അടി ലാത്തി ചുഴറ്റി കഴുത്തിൻ്റെ ഇടതുവശത്തും, രണ്ടാമത്തെ അടി കഴുത്തിൻ്റെ വലതുവശത്തും, മൂന്നാമത്തെ അടി തലയ്ക്കുമാണ്, നാലാമത്തത് കുത്താണ്, നാഭിക്കുള്ള കുത്തും ലാത്തി തിരിച്ചു പിടിച്ച് വായിലേക്ക് കുത്തി ഇറക്കുന്നതുമാണ് പഠിപ്പിച്ചിട്ടാണ് പോലീസുകാരെ വിട്ടത്. ഒരു പോലീസുകാരും അങ്ങനെ ലാത്തി ചാർജ് ചെയ്തൊന്നും തോന്നുന്നില്ല. ഇതിൽ കാലിന് അടി കൊണ്ടെന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരൻ കോടതിയിൽ പരാതിയായിട്ട് പോകുമ്പോൾ കോടതിയിൽ പറയേണ്ടത് ഞാൻ അയാളുടെ കഴുത്തിനടിച്ചപ്പോൾ തിക്കിനും തിരക്കിനിടയിൽപ്പെട്ട് കാലിന് തട്ടിപ്പോയി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ലാത്തി ഡ്രില്ലായിരുന്നു. ഒരു 10 വർഷം പോലും ആയിട്ടില്ല എന്ന് തോന്നുന്നു അത് മാറ്റിയിട്ട്. അത് പഠിച്ചിട്ട് വന്നിട്ടുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരു പോലീസുകാരൻ തലക്കടിച്ചു, നിയമവിരുദ്ധമായിട്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്, തെളിവുകളുണ്ട്, കോടതിയുണ്ട്, നടപടിയെടുക്കുക, കേസെടുക്കാം, എല്ലാം. പിന്നെ അധികാരം എന്ന് പറയുന്ന ഭരണം തന്നെ അവരുടെ കയ്യിലാണ്, ആ പാർട്ടിയുടെ കയ്യിലാണ്. അപ്പോൾ അതൊന്നും ചെയ്യാണ്ട് സ്കെച്ചിട്ട് ആളെ തല്ലുക എന്നുള്ളത് ഒരു വേട്ടയാടൽ തന്നെയാണ്. ശരി, ഇനി ഞാൻ ചോദിച്ചോട്ടെ,
അജയ്, ഇപ്പൊ അജയ് നേരത്തെ അജയുടെ നിലപാട് പറഞ്ഞു എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു എന്ന്. അരുൺ രാജേന്ദ്രൻ KSUവിന്റെ വൈസ് പ്രസിഡന്റാണ്. ഇത് ഈ SFI മർദ്ദനത്തെ ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല, ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ, പോലീസ് ക്രിമിനലുകൾക്ക് ഇങ്ങനെ തന്നെ മറുപടി നൽകണം എന്നൊരു ആഹ്വാനം കൂടി അരുൺ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. നിങ്ങളുടെ പാർട്ടി പ്രവർത്തകനാണ്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടായിരിക്കും. എനിക്കതിനെപ്പറ്റി അറിയില്ല. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്ന പോലീസുകാർ അത് അകാരണമായി കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഇപ്പം അരുൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ ന്യായമായ വിഷയങ്ങൾ പ്രതി സമരം ചെയ്യുവാണ്. ഇവരെ ഇപ്പം നേരത്തെ ഉമേഷ് സാറ് പറഞ്ഞ പോലെ തലയ്ക്കും കഴുത്തിനുമൊക്കെ മർദ്ദിച്ച് ഒരുപാട് ആൾക്കാർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവർ സ്വാഭാവികമായി ഉണ്ടാവുന്ന അവരുടെ പ്രതിരോധമാണ് അവിടെ വെച്ച് തെറിച്ചു നിൽക്കുക എന്നുള്ളത്. ഒരു കോൺഗ്രസ്സുകാരനും ഈ പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനും ഒരു KSUക്കാരനും ഒരു പോലീസുകാരനെ മർദ്ദിക്കാനായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല. ഞങ്ങളാരും പോയിട്ടില്ല. പക്ഷേ ഇവർ നടത്തുന്ന നടപടി, അതായത് നമ്മൾ പരാതി കൊടുത്ത് പോകുമ്പോൾ ഇതിനെടുക്കുന്ന കാലതാമസം, ഇതിനെടുക്കുന്ന നടപടിയെടുക്കാൻ ഇവരിത് അറിഞ്ഞിട്ടില്ല, ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന കാലതാമസം. സുജിത്തിൻ്റെ വിഷയം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ച് ആ ചെറുപ്പക്കാരൻ്റെ ചെയ്തു പോയൊരു വിഷയം 3 വർഷം കഴിഞ്ഞ് 2023 സംഭവത്തിൽ 2025 അവസാനമായി ഇതിനൊരു നടപടി ഉണ്ടായ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് ഇവർക്കെതിരെ നടപടി, ഒരു സസ്പെൻഷൻ എടുക്കാനൊക്കെ തയ്യാറായത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിൽക്കുകയാണ്. നിരവധി ആൾക്കാർ ഈ പറയുന്ന അരൂർ എറണാകുളത്ത് പനങ്ങാട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായൊരു വിഷയം, ഈ അടുത്ത് പോലീസ് സ്റ്റേഷൻ പാലത്തിൻ്റെ അവിടെ വെച്ച് ഒരു ചെറുപ്പക്കാരനെ അടിച്ചു. ഒരു 5-6 അവർ പോലീസുകാരുമായിട്ടുണ്ടായ ഒരു വാക്ക് തർക്കത്തിൽ ഒരു ചെറുപ്പക്കാരനെ അടിച്ചിട്ട്, ഭരതൻ എന്ന് പറയുന്ന SI ഒരു ചെറുപ്പക്കാരനെ അടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടു. അവരും കോടതിയിൽ കേസും കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ നിരവധി ആൾക്കാരാണ് ഈ പറയുന്ന കേസുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാർ. അവർ ഈ നിയമവ്യവസ്ഥയെ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ആക്രമിച്ചും ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യവികാരത്തെ തകർക്കാനുള്ള ഉദ്ദേശം. KSU വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കണമെന്ന് തോന്നുന്നു. കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല ഇങ്ങ് മോളിൽ വെച്ചും കിട്ടും. വാർത്തയിലെ വസ്തുത എന്താണ്? ലോകമെങ്ങും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ചെറുപ്പക്കാരൊക്കെ, പ്രത്യേകിച്ച് ജെൻസി തലമുറയാകെ ആഘോഷരാവിന്റെ ലഹരി നുണയുന്ന ഒരു രാവിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ച് അവന്റെ ഉപജീവനം തേടി ജോലിക്ക് പോകുന്നു. അവിടെ പരിപാടിയുടെ ഇടയിൽ സംഘർഷമുണ്ടാകുന്നു. താൻ മൈക്ക് ഓപ്പറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടും ഒരു പോലീസുകാരനെ അവന്റെ തലക്കടിച്ച് വീഴ്ത്തുന്നു. അതും നൊന്തുപെറ്റ അമ്മയുടെ മുന്നിൽ വെച്ച്. മകൻ അടികൊണ്ട് ബോധരഹിതനായി കിടക്കുന്നത് കണ്ട് ഓടി വന്ന ആ അമ്മയുടെ നിലവിളിയും പ്രതികരണവും പൊതുസമൂഹം കണ്ടതാണ്. അപ്പോൾ അതായത് കാക്കിയുടെ ലാത്തി ഉണ്ടെന്ന ധാർഷ്ട്യത്തിൽ ചെറുപ്പക്കാരുടെ മെക്കിട്ട് കയറുന്ന കാക്കിയിട്ട തെമ്മാടികൾക്കുള്ള മറുപടിയാണ് ഈ അടിയെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് KSUവിൻ്റെ വൈസ് പ്രസിഡന്റാണ്. ഞാൻ ശ്രീ മണികണ്ഠൻ നായർ, ഇവിടെ ഇപ്പം നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. ലാത്തി പ്രയോഗിക്കുന്നതിന് മുൻപ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു നിവൃത്തിയും ഇല്ലാത്ത രീതിയിൽ സംഘർഷം ഉണ്ടാകുമ്പോഴാണ് പോലീസ് ലാത്തി ഉപയോഗിക്കേണ്ടത്. അവിടെ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള സംഘർഷം ഉണ്ടായി എന്ന ദൃശ്യങ്ങൾ നിലവിൽ നമ്മുടെ മുന്നിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നില്ല. ലാത്തി അവസാനത്തെ ആക്ഷൻ അല്ല. അപ്പോൾ ഒരു മാസിനെ പിരിച്ചുവിടാൻ സാഹചര്യത്തിനനുസരിച്ച് ലാത്തി നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. അത് ഫീൽഡിൽ നിന്ന് ജോലി ചെയ്യുന്ന പോലീസുകാരന് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. സെക്രട്ടേറിയറ്റിൽ 10,000 സമരക്കാരെ ഫേസ് ചെയ്യാൻ വളരെ കുറഞ്ഞ തോതിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വയ്ക്കുമ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിമറിച്ചുകൊണ്ട് അകത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഈ സമരക്കാരെ ചെറുത്ത് നിർത്താൻ ചിലപ്പോൾ ബലപ്രയോഗം നടത്തേണ്ടി വരും. അതിലും വിജയിച്ചില്ലെങ്കിൽ ലാത്തി ചാർജ് നടത്തേണ്ടി വരും. അത് മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അതിൽ എന്തെങ്കിലും സംഭവം പിന്നെ അതിൻ്റെ പിറകിൽ ഭാവിയിൽ ഒരു അന്വേഷണം വരും. അപ്പോൾ ഇത് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ താഴെയുള്ള ഉദ്യോഗസ്ഥനെ മാത്രം കുറ്റക്കാരനാക്കി മാറ്റുന്ന പ്രവണത പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥരുടെ കൂടി ഉത്തരവാദിത്വമാണ് ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് തലയ്ക്കടിക്കുന്നത് നേരത്തെ ഇവിടെ ഇത് ഒരാൾ പറഞ്ഞ പോലെ ഒരിക്കലും ലാത്തി ഒരാളിൻ്റെ തലയിൽ പതിയരുത് എന്നാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുമ്പോൾ വരുന്നത്. തലയ്ക്ക് ലാത്തി പതിഞ്ഞാൽ അയാളുടെ കുടുംബം നശിച്ചു എന്ന് സ്വാഭാവികമായിട്ടും കണക്കാക്കണം. അത്തരം സ്വഭാവമൊന്നും പോലീസുകാർ കാണിക്കുന്നതിനോടൊന്നും എനിക്ക് പറയാനുള്ളത്, ഒന്ന്, പൊതുജനത്തിന് പോലീസിനോടുള്ള വിശ്വാസവും നഷ്ടപ്പെടുന്നുവെന്ന് തോന്നുകയും
പോലീസിനും പോലീസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടെ ഉരുത്തിരിഞ്ഞു വരാൻ പാടില്ല. ഇവിടെ പോലീസിങ് ശരിയായ രീതിയിൽ നടക്കണം. പൊതുജനത്തിൻ്റെ ജീവനും സ്വത്തും അന്തസ്സും സംരക്ഷിക്കുവാനായി കേരള പോലീസ് നിലനിൽക്കണം. അത് ഈ നമ്മുടെ നാട്ടിൻ്റെ ആവശ്യമാണ്. നല്ല ഒരു പോലീസ് സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതിന് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ജനത്തിന് എതിരായി മാറി, പോലീസിനും എതിരായി മാറി, ഇപ്പോൾ ഈ നാട്ടുകാർക്കും എതിരായി പോലീസിനോടുള്ള ആ ഒരു വിശ്വാസത്തിന് കുറവ് വരരുത്, മങ്ങൽ വരരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. മുൻകാലങ്ങളിൽ ഇതിനേക്കാളും വലിയ ഇഷ്യൂകൾ വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ നിങ്ങൾ ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല, ഇവിടെ പുറ്റിങ്ങൽ പിന്നെ വെടിക്കെട്ട് സംഭവമായി ബന്ധപ്പെട്ട് അന്നത്തെ അതിൻ്റെ പിന്നെ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ജില്ലാ മേലധികാരി പോലീസിൻ്റെ പുറത്ത് കുറ്റങ്ങളെല്ലാം ചാരിയിട്ട് കൈയൊഴിയാനുള്ളൊരു ശ്രമം നടന്നപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹോം സെക്രട്ടറി റെക്കമെൻഡ് ചെയ്തിട്ട് പോലും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല സാറും അന്നത്തെ DGP ആയിരുന്ന സെൻകുമാർ സാറും ഇത് ശരിയല്ല, അന്വേഷണം നടത്തി മാത്രമേ നടത്താവൂ, അങ്ങനെ അവരുടെ പേരിൽ നടപടിയെടുത്താൽ പോലീസിൻ്റെ മനോവീര്യം തകരും, അതുകൊണ്ട് ആലോചിച്ച് മാത്രമേ എടുക്കാവൂ എന്ന് പറഞ്ഞ് പോലീസിനെ സംരക്ഷിച്ച ഒരു കാലഘട്ടവും പോലീസിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് പോലീസിനെ പൂർണ്ണമായും ജനസേവകരായി എങ്ങനെ മാറ്റാം എന്ന് ഇവിടുത്തെ ഭരണവും ഡിപ്പാർട്ട്മെന്റ് മേലധികാരിയും ഒരുമിച്ച് ആലോചിക്കുന്നതായിരിക്കും ഉചിതം. പ്രത്യേകിച്ച് തലസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച് അമിത ഭാരമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പോലീസിന് മാത്രമല്ല ജനങ്ങൾക്കും മനോവീര്യമുണ്ട്, ആത്മവീര്യമുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ പോലീസിനെ തിരിച്ചു തല്ലുന്ന രീതിയിലേക്ക് ജനങ്ങൾ മാറിയാൽ നാട് എത്രത്തോളം വലിയ അരാജകത്വത്തിലേക്ക് വീണു പോകുമെന്ന് നമ്മുടെ ഭരണകൂടം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രിയ പ്രേക്ഷകർക്കും.